ഹലോ, അസ്സലാമു അലൈക്കും. ഇനി ചോറ് ബാക്കി വന്ന ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദിവസം ബാക്കി വന്നോട്ടെ, നമുക്ക് ഒരാഴ്ച വരെ പല ഐറ്റം ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 5 ഐറ്റം ബ്രേക്ക്ഫാസ്റ്റാണ് ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. ചോറ് ബാക്കി വന്നെന്നുള്ള ഒരു വിഷമവും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും നല്ലൊരു റെസിപ്പികളുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ വട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, പിന്നെ വട്ടുപത്തിരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചോറ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കൂല. അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി നമുക്ക് ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലോണം പൊള്ളച്ചും വരും, ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാണ്ട് നമുക്ക് നല്ലൊരു പൂരി ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അതേപോലെ എല്ലാ റെസിപ്പികളും നമ്മൾ ചോറ് വെച്ചിട്ട് ഒന്നിനും എണ്ണ അധികം കുടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിനി പൂരി ഉണ്ടാക്കുമ്പോൾ ചോറ് ബാക്കി വന്നാൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ സാധാ പൂരിനേക്കാട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതേപോലെ ഇതുപോലത്തെ ദോശകളൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് നല്ല കടലാസ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും ചോറ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതേപോലെ ഇതാ നമ്മൾ വെള്ളപ്പനിയാരം ചോറ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചേരുവ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു 2 കപ്പ് ചോറെടുത്തിട്ട് അതിൽ 1.5 കപ്പ് ചോറ് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം ബാക്കി വന്ന ചോറ് വെള്ളത്തിലിട്ട് വെക്കാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചോറാണ് കേട്ടോ. എന്നിട്ട് തണുപ്പ് പോയതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 3 കപ്പാണ് എടുക്കുന്നത്. ബാക്കി 1/2 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ അരച്ചെടുക്കാം, വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പാണ് വെച്ചാൽ 1 ടേബിൾ സ്പൂണ് മതി. 3 കപ്പ് എടുത്തുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ റവയ്ക്ക് വെള്ളം കുടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള 1.5 സവാള എടുത്തിട്ടുണ്ട്, 3 കപ്പായതുകൊണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 കപ്പ് എടുത്തുകൊണ്ട് 3.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്ര കപ്പ് നമ്മൾ ചോറെടുക്കണോ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ 1.5 ടേബിൾ സ്പൂണും കൂടി അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 കപ്പ് അധികം എടുത്തുകൊണ്ട്. അപ്പോൾ ഇതാ 3.5 ടേബിൾ സ്പൂണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കാണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി കൈവച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളിതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ ഉരുളകൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം നനവൊന്നുമില്ല, നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മുടെ ചോറിൻ്റെ നനവ് മാത്രമേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ കയ്യിലൊന്ന് എണ്ണ തടവി കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നടുവിൽ നമുക്ക് ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. 2 സൈഡിലൊന്നും ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഹോൾസായി കിട്ടും. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അധികം തിന്ന് വേണ്ട, ഇതുപോലെ ചെറിയ തിന്നിലെടുത്താൽ മതി കേട്ടോ.
ഇത് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല പൊള്ളച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 3 വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതൽ എണ്ണയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതാ ഇപ്പോൾ ഇതാ ഒരു പുറം ഒന്ന് ചെറുതായി ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചോറായതുകൊണ്ട് നമുക്ക് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതാ 2 പുറം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ളുഭാഗം വെന്ത് വിട്ടൂല. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റും. ഒരു ചട്നി ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല കേട്ടോ. ഇതാ അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ചോറ് വെച്ചിട്ടുള്ള അടുത്ത ഐറ്റംസ് നോക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ കപ്പിലാണ് കേട്ടോ അളന്നെടുക്കുന്നത്. ബാക്കി ചേരുവകളൊക്കെ അതേ ലെവലിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ 4 കപ്പ് ചോറാണ് കേട്ടോ അളന്നെടുക്കുന്നത്. അപ്പോൾ ഇതാ 4 കപ്പ് ചോറ് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോറ് ബാക്കി വരുമ്പോൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂണോളം നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്ന് ഒരു പകുതി ഭാഗത്തോളം ഞാൻ ചോറ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിൽ വല്ലാണ്ടൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാണ്ടല്ലോ ചോറ് ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 കപ്പ് ചോറ് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 6-7 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും നമ്മൾ ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് സ്പൂണ് വെച്ചിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഈ ചോറിൽ ഈ റവയൊന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പത്തിരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തത്തിലൊന്നും വരില്ല. നമ്മളിത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാ ഒരു വട്ടുപത്തിരിക്കൊക്കെ കുഴക്കണ അത്ര പരുവത്തിൽ മതിയാകും. കൂടുതൽ ടൈറ്റും വേണ്ട, കൂടുതൽ ലൂസും വേണ്ട കേട്ടോ. അപ്പോൾ അതാ ഇത്രയും പൊടി നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. 1 കപ്പിൽ നിന്ന് 1/4 കപ്പോളാണ് നമുക്ക് വന്നിട്ടുള്ളൂ 4 കപ്പ് ചോറിന്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് നമുക്കിത് മിക്സാക്കി എടുക്കാം. കുറേ നേരം കുഴച്ചെടുക്കൊന്നും വേണ്ട, ഈ പൊടി ഒന്ന് മിക്സ് ആകുമോളാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമ്മുടെ കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു മൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡപ്പയുടെ മൂടിയാണ്. അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ ഇതൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, കുറച്ചെടുത്തിട്ട്. അപ്പോൾ ഇതേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുഴക്കും പരത്തൊന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ ഒരു മൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ കൈവെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തിയെടുക്കുക. ആദ്യം എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈവെള്ളം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അമർത്തി ലെവലാക്കി കൊടുക്കുക. അപ്പോൾ അധികം തിന്നില്ലാത്ത മൂടി എടുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അമർത്തി എടുത്തിട്ട് സൈഡ് ഭാഗം ഒന്ന് കൊട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് വേഗത്തിൽ വേറിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ സൈഡ് ആദ്യം ഒന്ന് കൊട്ടിയെടുക്കുക എല്ലാ ഭാഗവും. എന്നിട്ട് ഒന്ന് കൊട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേഗത്തിൽ വേറിട്ട് കിട്ടും. കണ്ടല്ലോ. അപ്പോൾ ഇതാ ഇത്രയും തിന്നിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കിയെടുക്കാണ്ട്. അപ്പോൾ ഇതാ ഞാൻ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എണ്ണയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. പരന്ന പാത്രം ആയതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരന്ന ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 എണ്ണം വരെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. വേഗത്തിലായി കിട്ടും. അപ്പോൾ കൂടുതൽ സമയമൊന്നും എടുക്കില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ 4 എണ്ണം വെച്ച് കൊടുത്തിട്ട് ഒരു പുറം നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ മാത്രം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. നമ്മുടെ ചോറായതുകൊണ്ട് ചോറാണെന്ന് വെച്ചിട്ട് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോൾ ഇതാ ഒരു പുറം ഒന്ന് നല്ലോണം ഒന്ന് മെലിഞ്ഞ് വന്നപ്പോൾ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിത് മൊത്തത്തിൽ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് രണ്ട് പുറം ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ മുരിപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം. നമ്മൾ കുഴിച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ ഓരോന്ന് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഒട്ടും തന്നെ എണ്ണ അധികം ആവുകയും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ ഇതുപോലെ വെറുതെ കഴിക്കാനെങ്കിൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം നമുക്കിതിൽ കഴിക്കാൻ. എനിക്കിത് ചൂടോടെ ഇതുപോലെ കഴിക്കാൻ നല്ലോണം മുരിപ്പിച്ചെടുക്കണം. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോറ് വെച്ചിട്ടുള്ള അടുത്ത റെസിപ്പി നോക്കി നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 കപ്പ് ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് എത്ര ബാക്കി വന്നാലും ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത റെസിപ്പി 4 കപ്പ് ചോറ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കപ്പിൽ തന്നെ എല്ലാതും അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ 1/2 കപ്പ് റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയും 4 കപ്പ് ചോറുമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ ചോറും ഈ റവയും ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് മിക്സ് ആവുകയുള്ളൂ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ 1 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലധികം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിൻ്റെ പകുതിയോളം നമ്മൾ ഈ മിക്സാക്കി എടുത്തിട്ടുള്ള ഇത് ഇട്ട് കൊടുക്കാം. കുഴക്കും പരത്തും ഒന്നും ചെയ്യാണ്ട് നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അത് പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ടും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളിത് 1/2 ഭാഗത്തോളമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ സാധാ അരച്ചെടുക്കണ പോലെ ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം ഒന്നും വേണ്ട, ഒരു 2 സെക്കൻഡോളം ഒന്ന് മതിയാകും. ഇപ്പോൾ ഇതാ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിൽ എണ്ണ തേച്ച് കൊടുത്തോണ്ട് അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ലോണം അരഞ്ഞിട്ടുമുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനിതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളിനി അടുത്തതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാതും കൂടി ഒന്ന് ഒരുങ്കൂട്ടി എടുക്കണം. അതിന് മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരുങ്കൂട്ടി എടുത്തിട്ട് നമ്മൾ 2 ഭാഗമാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നീളത്തിലാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളകളാക്കി എടുക്കാം. ഉരുട്ടിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഒന്ന് പിച്ചി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിത് പത്തിരി പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ വെച്ചിട്ട് പ്ലേറ്റ് വെച്ചിട്ട് അമർത്തിയെടുക്കാം കേട്ടോ. ഇനി പത്തിരി പ്രസ് ഇല്ലെങ്കിൽ ഇതുപോലെ കവർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് പതിയെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം അമർത്തരുത്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതാ ഇതുപോലെ കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാം. നല്ല കനത്തിലും വേണ്ട, നല്ല കനം കുറച്ചും വേണ്ട കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഓരോന്ന് പരത്തിയെടുക്കുമ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കും ചെയ്യാം. അപ്പോൾ ഇതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം പൊള്ളച്ച് വരും കേട്ടോ. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കൂല. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന പൂരിനേക്കാട്ടും ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. എത്ര നേരം വെച്ചാലും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ടിത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണ വാർത്തെടുത്തിട്ട് നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പൂരി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചോറ് ബാക്കി വന്നാൽ ഇനി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചോറ് വെച്ചിട്ടാണെന്ന് വെച്ചിട്ട് ഉള്ളിൽ ഒരു ലെയർ 2 ലെയർ മേലെ ഒന്നും വരില്ല. നമുക്കൊരു 2 ലെയറായിട്ട് തന്നെ കിട്ടും.
പിന്നെ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ പൊള്ളച്ച് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ നല്ല അടിപൊളിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല 2 ലെയറായിട്ട് തന്നെ വന്നിട്ടുള്ളത്, ഉള്ളിൽ വേറൊരു ലെയറൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇതും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അപ്പോൾ അത് നമ്മൾ ചോറ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതേപോലെ ഒരു ബൗളിൽ നമ്മൾ ചോറ് അളന്നെടുത്തിട്ടുണ്ട്. അതേ ബൗളിൽ തന്നെ നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്, പത്തിരിയുടെ പൊടി. അപ്പോൾ അത് ഒരു 1.5 കപ്പ് എടുക്കുന്നുണ്ട്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് റവയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 കപ്പ് ചോറും 1.5 കപ്പ് അരിപ്പൊടിയും റവയും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പും കൂടി അതേപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മളിതിലേക്ക് ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുക. പകുതി ഭാഗം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് പകുതി ഒഴിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതേപോലെ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ 3 പച്ചമുളക് എരിവിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇത്ര പോകുന്ന കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ മസാലയാണ്. അത് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തക്കാളി ചെറുതായിട്ട് അരയാത്തതുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ രണ്ടും കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലൂസിലാണ് നമ്മളിത് എടുക്കുന്നത്. നല്ലോണം ലൂസാവണ്ട, എന്നാൽ കുറച്ച് ലൂസും വേണം. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ബാറ്ററി എടുക്കുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് തിക്കാണ്. അപ്പോൾ 1/2 കപ്പും കൂടി നമ്മളെ ബൗളിൽ തന്നെ വെള്ളം എടുക്കുന്നുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമാണ്. അപ്പോൾ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ട് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഇത് മിക്സ് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഒരു തവി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പാൻ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും അവോളാക്കി കൊടുത്താലും മതി കേട്ടോ. നമ്മൾ മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ചെരിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. നമ്മൾ ഇത് കാണുമ്പോൾ നല്ല തിക്കാണ് തോന്നും, പക്ഷേ ഇത് നമുക്ക് നല്ലോണം മെലിഞ്ഞ് വരുമ്പോൾ തിക്കൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൽ പാന് ഇവിടെ വെച്ചിട്ട് ഒന്ന് മെലിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ മേലെ നമുക്കൊന്ന് എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മെലിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടെന്നുള്ളത് ഒരു മിണുമിണുപ്പോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ആദ്യത്തേതായതുകൊണ്ട് ഒന്ന് പൊട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പിന്നെയുള്ളതൊന്നും നമുക്ക് പൊട്ടാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മെലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. അപ്പോൾ ചോറും തേങ്ങയും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. പനിയാരാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചോറും തേങ്ങയും വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരു ബൗള് ചോറ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഒരു ബൗള് അരിപ്പൊടിയാണ്. ഇത് വറുക്കാത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ തന്നെ നമ്മൾ 1/2 കപ്പും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് ചോറിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി. ഇനി 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പും കൂടി വെള്ളം നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ആദ്യം ഇതൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം.
അപ്പോൾ അതാ ഇത് മിക്സ് ആക്കുമ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഒട്ടും തന്നെ തികയില്ല. അപ്പോൾ നമ്മൾ ഇതിലത്തെ ബാക്കിയുള്ള കപ്പിൽ എടുത്ത് വെച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കില്ല, കുറച്ച് ഭാഗം നമ്മളവിടെ ബാക്കി വെക്കും. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ചോറ് ചേർത്തോണ്ട് അതുപോലെ നല്ലോണം ഇളക്കി വെള്ളം കുറഞ്ഞു കിട്ടുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും വെള്ളം ബാക്കിയുണ്ട്, ഇത് കളയൊന്നും വേണ്ട, ഇത് നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ ഇതാ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ബാക്കി ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഞാനൊരു കഷ്ണം തേങ്ങ കാണിച്ചു തന്നിരുന്നല്ലോ, അത് ഇതുപോലെ ഒന്ന് ചീകി എടുത്തിട്ട് ഇതൊന്ന് ആദ്യം പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ചോറും അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് തേങ്ങ നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി എടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തിക്കും പാടില്ല, നല്ല ലൂസും പാടില്ല കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഓരോ പൊടിക്കും വ്യത്യാസമായിരിക്കും കേട്ടോ വെള്ളം. അപ്പോൾ എനിക്ക് വന്ന വെള്ളത്തിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി കുഴിയപ്പ ചട്ടിയിൽ നമ്മൾ ഇതുപോലെ എണ്ണ തൂവി കൊടുത്താൽ മതി, ഒന്നിങ്ങനെ തടവി എടുത്താൽ മതി, കൂടുതൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട. നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആകാണ്ട് കളയാണ്ട് നമുക്കിതുപോലെ ഒഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചെടുക്കുക. പിന്നെ എൻ്റെ ബേക്കിംഗ് സോഡ കുറച്ച് പഴകിയതായതുകൊണ്ട് വല്ലാണ്ട് പൊന്തി വന്നിട്ടില്ല കേട്ടോ. നല്ല ബേക്കിംഗ് സോഡ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതുപോലെ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടൂല. ഇപ്പോൾ ഇതാ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ടും അതേപോലെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 പുറം ഒന്ന് വെന്ത് വന്നോട്ടെ. കൂടുതൽ നേരം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മുരിപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. നമുക്കിത് വെള്ളപ്പനിയാരായിട്ട് തന്നെ കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് വെള്ള കളറിൽ തന്നെ കിട്ടാൻ നമ്മൾ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് വേവോളം വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി എടുത്ത് മാറ്റാം. ഇത് നല്ല ആരെടുത്തിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ കൂടെ ഒരു ചട്നിയോ ഏത് കറി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പികൾ. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ചോറ് ചേർത്തിട്ടാണെന്ന് വെച്ചിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നല്ല ആരെടുത്തിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ചോറ് വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.